അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم وتركنا عليه في الآخرين سلام على إبراهيم كذلك نجزي المحسنين. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സംഭവമാണ് കഴിഞ്ഞ ആയത്തുകളിൽ 83-ാമത്തെ ആയത്ത് മുതൽ ചെറിയ ചെറിയ ആയത്തുകളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിച്ചു വളർന്നത് ഇറാഖിലെ ഊർ പ്രദേശത്താണ്. ബിംബാരാധകരായിരുന്ന സൂര്യചന്ദ്രനെയൊക്കെ ആരാധിക്കുകയും അവയുടെ ബിംബങ്ങൾ പ്രതിമകൾ കൊത്തിയുണ്ടാക്കി അത് പൂജിക്കുകയും ചെയ്തിരുന്ന ജനങ്ങളായിരുന്നു അവർ. ആ ബിംബങ്ങളുമായി അദ്ദേഹത്തിൻ്റെ സംഭവങ്ങളും നാട്ടുകാരുമായുള്ള അദ്ദേഹത്തിൻ്റെ ചർച്ചകളും ഒക്കെയാണ് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചത്. അതിനുശേഷം അവരദ്ദേഹത്തെ തീയിലിട്ട് കരിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല, മനുഷ്യരാരും ഉണ്ടായിരുന്നില്ല. അവരദ്ദേഹത്തെ വലിയ ബനൂ അലൈഹിം ബുന്യാൻ എന്ന വലിയ ഒരു കെട്ടിടമുണ്ടാക്കി, അതായത് വലിയൊരു തളമുണ്ടാക്കിയിട്ട് പടുത്തുണ്ടാക്കി അതിലാണ് അവരദ്ദേഹത്തെ തീ കത്തിച്ചിട്ടത്. അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടുപോയി. അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അതാണ് കഴിഞ്ഞ പ്രാവശ്യം. എന്നിട്ട് അദ്ദേഹം അവിടുന്ന് പറഞ്ഞതാണ്, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ എൻ്റെ റബ്ബിങ്കലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ റബ്ബിൽ നിന്ന് രക്ഷ കിട്ടുന്ന നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇറാഖിൽ നിന്ന് അദ്ദേഹം നാട് വിടുന്നത്. അത് ഫലസ്തീനിലേക്കായിരുന്നു. ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശത്തേക്കാണ് അദ്ദേഹം പോയത്. ഞാൻ എൻ്റെ റബ്ബിങ്കലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥനയും കൂടി അദ്ദേഹം നടത്തി. പഠിച്ചവനെ സാലിഹീങ്ങളായ സന്താനങ്ങളെ തരണം. അതാണ് റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, സാലിഹീങ്ങളായ സന്താനങ്ങളെ തരണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അപ്പം അതാണ് കഴിഞ്ഞ ആയത്തുകളിൽ വിവരിച്ചത്. അങ്ങനെയാണ് ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, അദ്ദേഹത്തിന് നാം സന്തോഷവാർത്ത അറിയിച്ചു. ബി ഗുലാമിൻ ഹലീം,
ഒരു വിവേകിയായ കുട്ടി ഉണ്ടാകുമെന്നതിനെ പറ്റി. ഗുലാം എന്ന് പറഞ്ഞാൽ കുട്ടി, ഗുലാമിന് അടിമക്കുട്ടി എന്നുള്ള അർത്ഥമുണ്ട്, അല്ലാതെ സാധാരണ കുട്ടിക്ക് വലത് എന്ന അർത്ഥവും ഗുലാമിനുണ്ട്. അപ്പം ഹലീമായ ഗുലാമിനെ പറ്റി സന്തോഷ വാർത്ത അറിയിച്ചു. ഇനി ഖുർആനിൽ മറ്റു സ്ഥലത്തൊക്കെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുന്നിടത്താണ് ഹലീം എന്ന വിശേഷണം പറഞ്ഞിട്ടുള്ളത്. ഇസ്മായിൽ നബിയെ പറ്റി പറഞ്ഞു. അപ്പം ഈ കുട്ടിയെ, വിവേകിയായ കുട്ടിയെ പറ്റി സന്തോഷ വാർത്ത അറിയിച്ചു. പിന്നെ ആ കുട്ടി വലുതായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ ഓടിച്ചഴി. കുട്ടിത്വത്തിൻ്റെ പ്രാരാബ്ദങ്ങളൊക്കെ ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞു. ചെറിയ കുട്ടിയായ ആ അവസ്ഥ വിട്ടു. ഓടിച്ചാടി നടക്കാനായപ്പോൾ ഒരു കുട്ടിയെ കൊണ്ട് ബാപ്പാക്ക് ഉപകാരം കിട്ടുന്ന ഒരവസ്ഥയിലെത്തുന്ന ആ ഒരു കാലഘട്ടമാണ് ഈ ഫലമാ ബലഗ മഅഹു സഅയ എന്ന് പറയുന്നത്. ചെറിയ കുട്ടിയാവുമ്പോൾ അതിനെ എടുത്ത് നടക്കണം, ഒക്കത്ത് നടക്കണം, അതിന് പാല് കൊടുക്കണം, അതിന് ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, അതിനെ പരിചരിക്കണം. ഒരു കുട്ടിയെ പരിചരിക്കുക എന്നുള്ളത് നമുക്കും കുട്ടിയുടെ ഉമ്മാക്കൊക്കെ നന്നായി അറിയാം. ആ പ്രാരാബ്ദങ്ങളൊക്കെ കഴിഞ്ഞു. ഓടിച്ചാടി നടക്കുന്ന ഒരു പ്രായം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പക്വത എത്തിയപ്പോൾ ഓടാനും ചാടാനും, പിന്നെ കുട്ടിയെ നമ്മൾ അങ്ങനെ പരിചരിക്കേണ്ടതില്ല. കാരണം അതിന് തിന്നാനും കുടിക്കാനും കുളിക്കാനും അതിൻ്റെ കാര്യങ്ങൾ നടത്താൻ ആ കുട്ടിക്കറിയാം. ഇനി ആ കുട്ടി കുറച്ചുകൂടി വലുതായാൽ അധ്വാനിച്ച് ബാപ്പാനെ നോക്കുന്ന ഒരു പ്രായത്തിലേക്ക് എത്തും. ആ സമയമാണല്ലോ കുട്ടികളെ പറ്റി നമുക്ക് ഏറ്റവും നല്ലൊരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ എത്തിയപ്പോൾ ആ കുട്ടിയെ അറുക്കണമെന്ന് അള്ളാഹു തആല കൽപ്പിച്ചു. അപ്പോൾ ഈ അറുക്കണമെന്ന് കൽപ്പിച്ച ഈ കുട്ടി ഏതാണ്? ഗുലാമുൻ ഹലീമാണ്, വിവേകിയായ കുട്ടി എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച കുട്ടിയെയാണ് അറുക്കാൻ കൊണ്ടുപോയത്. എന്നാൽ നസാറാക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള തർക്കം എന്താണെന്ന് ചോദിച്ചാൽ, അറുക്കാൻ കൊണ്ടുപോയി പക്ഷെ അറുത്തിയില്ല. അപ്പോൾ ആ ഒരു പുണ്യം, ആ അറുക്കാൻ കൊണ്ടുപോയിട്ട് പിന്നെ അറുക്കാതെ പിന്നെ അതിന് പകരം ആടിനെ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നു കൊടുത്തു, അതിനെ അറുത്തു എന്നതാണല്ലോ ഖുർആൻ പറയാൻ പോകുന്ന ചരിത്രം. അപ്പോൾ ആ കുട്ടി ഒരു മഹത്വമുള്ള കുട്ടി, അത് ഇസ്ഹാഖായിരുന്നു എന്നാണ് നസാറാക്കളും യഹൂദികളും അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ചും നസാറാക്കൾ അത് ഇസ്ഹാഖാണ്. എന്നാൽ മുസ്ലിങ്ങൾ പറയുന്നത് അത് ഇസ്മായിലാണ് എന്നാണ്. അതെന്തിനാണ് അവരങ്ങനെ അവകാശപ്പെടുന്നത്? ഈ ഒരു കുട്ടിയുടെ മഹത്വം ഇസ്ഹാക്കിന് കിട്ടിയാൽ, ഇസ്രായേലികൾ എന്ന് പറയുന്നവരൊക്കെ ഇസ്ഹാക്കിൻ്റെ സന്താന പരമ്പരകളാണ്, ബനു ഇസ്രായേൽ. മുഹമ്മദ് നബി ബനു ഇസ്രായേലിൽപ്പെട്ട ആളല്ല. അവിടെയാണ് പ്രശ്നം. ഈ കുട്ടി ഇസ്ഹാഖാണെങ്കിൽ, അറുക്കാൻ കൊണ്ടുപോയ കുട്ടി ഇസ്ഹാഖാണെങ്കിൽ ആ ക്രെഡിറ്റ് ഇസ്ഹാക്കിനാണല്ലോ. അപ്പം ഞങ്ങളെ ബാപ്പാക്കാണ് ക്രെഡിറ്റ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇസ്രായേലികളിലെ പുരോഹിതന്മാർ ഈ കുട്ടിയെ ഇസ്ഹാഖാക്കി മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ ഖുർആൻ്റെ വാക്യങ്ങളും ഇതുകളൊക്കെ കണ്ടാൽ, അതിൻ്റെ ആയത്തുകൾ നോക്കിയാൽ ആ കുട്ടി ഇസ്ഹാഖ് അല്ല, ഇസ്മായിൽ തന്നെയാണ്. അതിന് വേറെയും കുറേ തെളിവുകളുണ്ട്, നമുക്ക് ഇൻഷാ അല്ലാഹ് വരും. അപ്പോൾ ഫബശർനാഹു ബി ഗുലാമിൻ ഹലീം, ഒരു വിവേകിയായ കുട്ടിയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിച്ചു എന്ന. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം വിവേകി അല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഇസ്ഹാഖിനെ പറ്റി നബിയ്യം മിനസ് സാലിഹീൻ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. എന്നാൽ ഇസ്മായിലിനെ പറ്റി വേറെ പല സ്ഥലത്തും ഹലീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹലീം എന്ന കുട്ടിയെയാണ് അറക്കാൻ കൊണ്ടുപോയത്. ആ അറക്കുക എന്ന ആ ഒരു ക്രെഡിറ്റ് കിട്ടിയത് ഇസ്മായിലിനാണ്. അത് ഗുലാമുൻ ഹലീമാണ്. അതാ ഗുലാമുൻ ഹലീമിനെ പറ്റി സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകും. അതായത് ഇസ്മായിൽ അലൈഹിസ്സലാമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ടായ ആദ്യത്തെ പുത്രൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ 76ാമത്തെ വയസ്സിലാണ് ഇസ്മായിൽ അലൈഹിസ്സലാം ഉണ്ടാവുന്നത് എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹിൻ്റെ ചരിത്രം. നമുക്കിപ്പോൾ അത് നമ്മളൊരു വയസ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു 70 കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടി ഉണ്ടാകുക അറിയുന്നത് ഒരു പോരായ്മയാണ്. എന്താ മനുഷ്യനായ ആൾ എന്നാണ് പറയുക. പക്ഷെ അവരൊക്കെ അവരുടെ ആയുസ് അത്രയും നീണ്ടിരുന്നു.
ഇസ്ഹാഖ് അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ ഉണ്ടാവുന്നത് 89-ാമത്തെ വയസ്സിലാണ്. അതാണ് ചരിത്രം. 89-ാം വയസ്സിലാണ് ഇസ്ഹാഖ്, 76-ാം വയസ്സിലാണ് ഇസ്മായിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കുട്ടിയെപ്പറ്റിയാണ് ഇവിടെ 89 99-ആണ്, 99-ാം വയസ്സിലാണ്, 99-ാം വയസ്സിലാണ് ഇസ്ഹാഖ് ഉണ്ടാവുന്നത്. ആ ഇസ്ഹാഖിൻ്റെ മകനാണ് ആര്? യാക്കൂബ്. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ആ യാക്കൂബ് അലൈഹി സ്വലാമിൻ്റെ പുത്രന്മാർ ഒന്ന് യൂസുഫ് അലൈഹി സ്വലാം, പിന്നെ വേറെ 11 സന്താനങ്ങൾ. ആ 12 യൂസുഫ് അടക്കമുള്ള 12 മക്കളിൽ നിന്നാണ് പിൽക്കാലത്ത് ജനസമൂഹം ഫലസ്തീനിലും പരിസരത്തും ജനസമൂഹം ഉണ്ടാകുന്നത്. ആ മക്കളുടെ താവഴിയാണ് ബനൂ ഇസ്രായേൽ, ഇസ്രായേലികൾ എന്ന് പറയുന്നത്. ആ ഇസ്രായേൽ സന്തതികളിലാണ് യാക്കൂബ്, ഇസ്ഹാഖ്, ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ്, യൂസുഫ്, പിന്നെ അതിൽ നിന്ന് ഒരുപാട് മൂസാ നബി, ഈസാ നബി അലൈഹി സ്വലാം വരെയുള്ള അമ്പിയാക്കന്മാർ വന്നത് ഇസ്ഹാഖ്, ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് ആ പരമ്പരകളിൽ നിന്നാണ്. അവർക്ക് ഇസ്രായേൽ, ബനൂ ഇസ്രായേൽ, ഇസ്രായേലിൻ്റെ മക്കൾ എന്ന് പറയാൻ കാരണം യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മറ്റൊരു പേരായിരുന്നു ഇസ്രായേൽ. ഖുർആൻ പറഞ്ഞ പേര് യാക്കൂബ് എന്നാണ്, ഒമിൻ വറാ ഇസ്ഹാഖ യാക്കൂബ്. എന്നാൽ വേറെ അദ്ദേഹത്തിനൊരു പേരുണ്ടായിരുന്നു ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അത് ഇബ്രു ഭാഷയിൽ അബ്ദുള്ള എന്നാണ് അതിൻ്റെ പേര്. അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അടിമ. അപ്പോൾ ആ അബ്ദുള്ളയുടെ, ഇസ്രായേലിൻ്റെ മക്കളാണ് ബനൂ ഇസ്രായേൽ, ഇസ്രായേല്യർ എന്നോ ഇസ്രായേൽ സന്തതികൾ എന്നോ പറയുന്നത്. അവരായിരുന്നു പിന്നീട് ഫലസ്തീനിൽ താമസം ആരംഭിച്ചത്. അത് അവർക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് യഹൂദികളുടെ അവകാശവാദം. അതാണല്ലോ, അതാണ്. എന്നാൽ ആദ്യത്തെ പുത്രനായ ഇസ്മായിലിൻ്റെ മക്കളാരും അമ്പിയാക്കന്മാരായിട്ടില്ല. പിന്നെ എത്രയോ നൂറ്റാണ്ട്, 2500-ലേറെ കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പ്രവാചകൻ വന്നു. ആ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അമ്പിയാക്കന്മാരുടെ പാരമ്പര്യമില്ല. ഇബ്രാഹിം നബിൻ്റെ മകൻ ഇസ്മായിൽ, പിന്നെ കുറേ നൂറ്റാണ്ടുകൾക്ക് ശേഷം മുഹമ്മദ് നബി. എന്നാൽ ഇബ്രാഹിം, ഇസ്ഹാഖിൻ്റെ മകൻ, യാക്കൂബിൻ്റെ മകൻ യൂസുഫ്, പിന്നെ ആ പരമ്പരയിൽ ഒരുപാട് ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇസ്രായേലിയർക്ക് ഉള്ള ഒരു അവകാശവാദം, ഞങ്ങളുടെ കുടുംബത്തിലാണ് പ്രവാചകന്മാർ കൂടുതൽ വന്നത്, അതുകൊണ്ട് ഞങ്ങളാണ് ഇതിൻ്റെയൊക്കെ അവകാശികൾ. അതുപോലെ നുബുവത്ത് കിട്ടേണ്ട അവകാശികളും ഞങ്ങൾ തന്നെയാണ്. അത് അവസാനത്തെ നബിയായി മുഹമ്മദ് നബി വന്നാൽ ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് വേണം അവസാനത്തെ നബി വരാൻ എന്ന അസൂയയായിരുന്നു മുഹമ്മദ് നബിയിൽ അവർ വിശ്വസിക്കാതിരിക്കാനുണ്ടായ കാരണം ഇസ്രായേലർ. കാരണം അവരുടെ വേദഗ്രന്ഥത്തിൽ അവസാനം വരാവുന്ന ഫാറാൻ മലയിൽ ഉദിക്കുന്ന ഒരു പ്രവാചകനെ പറ്റി ബൈബിളുകൾ പറഞ്ഞിട്ടുണ്ട്. ഫാറാൻ മലയിൽ ഉദിക്കുന്ന ഒരു പ്രവാചകൻ, ഉദിക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ അവിടെ പ്രകാശം പരത്തുന്ന പ്രവാചകൻ. ഈ ഫാറാൻ എന്ന പ്രദേശം മക്കയുടെ ആ പുരാതന കാലത്ത് മക്കയുടെ മലമ്പ്രദേശങ്ങൾക്ക് ഫാറാൻ എന്നായിരുന്നു പേര്. ഇന്ന് മക്ക നിൽക്കുന്ന ആ മലകൾ ജബലുൻ നൂറിലാണല്ലോ ഹിറാ ഗുഹ, അവിടെയാണല്ലോ ഈ പ്രവാചകൻ ഉദിച്ചത്. മലയിൽ ഉദിച്ച പ്രവാചകനാണല്ലോ. അവിടുന്നാണ് വഹി കിട്ടിയത്, അവിടുന്ന് റിസാലത്ത് കിട്ടിയത്. അപ്പോൾ ഈ പ്രദേശത്തിന് ഫാറാൻ എന്നായിരുന്നു പേര്. ഫാറാൻ അത് ഇവരുടെ വേദഗ്രന്ഥങ്ങളിലുണ്ട്. ഫാറാൻ മലയിൽ ഒരു പ്രവാചകൻ ഉദിക്കുന്നുണ്ട്. അവർ പ്രതീക്ഷിച്ചത് ഫാറാൻ മലയിൽ വരുന്ന അന്ത്യപ്രവാചകൻ ഞങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് തന്നെയായിരിക്കും എന്നാണ്. കാരണം ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഈസാ നബി വരെ അവരുടെ ഗോത്രത്തിൽ യാക്കൂബിൻ്റെ പുത്രന്മാരായിട്ടാണ് വന്നത്. എന്നാൽ ഇബ്രാഹിം നബിയുടെ മറ്റേ പുത്രനായ, ആദ്യ പുത്രനായ ഇസ്മായിലിൻ്റെ പരമ്പരയിൽ അവസാനം വന്നത് മുഹമ്മദ് നബിയാണ്. ആ മുഹമ്മദ് നബിയാണ് ഫാറാൻ മലയിൽ നിന്ന് വന്ന പ്രവാചകൻ. അപ്പോൾ അവർക്ക്
ഈ പാരമ്പര്യത്തിൽ അവർക്ക് ഇഷ്ടമുണ്ടായില്ല, ഞങ്ങളുടെ പരമ്പരയിലല്ല എന്നതുകൊണ്ടാണ് ആ പ്രവാചകനെ അവർ നിഷേധിച്ചത്. അല്ലദീന യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. ഈ പ്രവാചകനെ ഇസ്രായേല്യർക്ക് അറിയാം അവരുടെ മക്കളെ അറിയുന്ന പോലെ. മക്കളെ നമ്മൾ ചെറുപ്പം മുതലേ അറിയാലോ. അതുപോലെ അവർ ക്രിസ്തുമതവും യഹൂദമതവും സ്വീകരിച്ച കാലം മുതൽ തന്നെ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ ഈ പ്രവാചകനെ പറ്റി പരാമർശങ്ങളും വിശേഷണങ്ങളും ഉണ്ടായിരുന്നു. ആ വിശേഷണങ്ങളും പരാമർശങ്ങളും കൊണ്ട് മുഹമ്മദ് നബിയെ സ്വന്തം മക്കളെ അറിയുന്ന പോലെ അറിയുമായിരുന്നിട്ടും ഫലമാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി, അവർക്ക് നേരത്തെ പരിചയപ്പെട്ട് മനസ്സിലാക്കിയ ആ പ്രവാചകൻ വന്നപ്പോൾ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടി നമ്മൾ പറഞ്ഞു വന്നത് ഈ കുട്ടിയിൽ നിന്നാണ്. അപ്പോൾ ഈ ഫലമ്മ ഇപ്പോൾ ബശർനാഹു ബി ഗുലാമിൻ ഹലീം എന്ന് പറയുന്ന കുട്ടി ഇസ്മായിൽ അലി ഇസ്ലാമിനെയാണ് അള്ളാഹു ഉദ്ദേശിച്ചതെന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഫലമ്മ ബലഗ, ആ കുട്ടിക്ക് ബലഗ എന്ന് പറഞ്ഞാൽ എത്തിയപ്പോൾ മഅഹു അദ്ദേഹത്തിൻ്റെ കൂടെ പിതാവിൻ്റെ കൂടെ സഴി ഓടാവുന്ന ഒരു പ്രായത്തിലെത്തിയപ്പോൾ, സഴി എന്ന് പറഞ്ഞാൽ ഓടാണ്. സഫാ മർവൻ്റെ ഇടയിൽ സഴി നടത്തുക എന്ന് പറഞ്ഞാൽ ആ നിശ്ചിത സ്ഥലത്ത് ഓടുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഫലമ്മ ബലഗ മാഹു സഴിയ, ആ കുട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ പിതാവിൻ്റെ കൂടെ സഴിയിന് ഓടി നടക്കാനുള്ള പ്രായമെത്തിയപ്പോൾ, പറ്റേ ഒക്കത്ത് കെട്ടുന്ന കുട്ടിക്കാലം വിട്ട് ഉപ്പാൻ്റെ കൂടെ ഓടിച്ചാടി നടക്കാൻ പറ്റുന്ന ഒരു പ്രായമെത്തിയപ്പോൾ, മുഫസ്സിറുകൾ പറയുന്നത് ഒരു കുട്ടിയെക്കൊണ്ടുണ്ടാകുന്ന പ്രാരാബ്ദങ്ങൾ അവസാനിക്കുകയും ഒരു കുട്ടിയെക്കൊണ്ടുണ്ടാകുന്ന ഗുണം എടുക്കുന്ന പ്രായത്തിലേക്ക് നീങ്ങുകയും ചെയ്തു എന്നാണ്. ഗുണം എടുക്കാറുണ്ട് കുറച്ചൊരു പ്രായപൂർത്തിയൊക്കെ എത്തിയാൽ പിന്നെ ആ കുട്ടിയെ അങ്ങോട്ട് പറഞ്ഞേക്കാനും സഹായിക്കാനും ഒക്കെ പറ്റുമല്ലോ. ആ കേട് കഴിഞ്ഞ കാലം എന്ന് പറയുന്നത്, കേട് കഴിഞ്ഞ കാലം. പിന്നെ മോനെ അങ്ങോട്ട് പറഞ്ഞേക്കാം, ഇജി കുറച്ച് അവിടെ പോയി സാധനമായി കൊണ്ടുവരെ, ഇതവിടെ പോയി എടുത്തോ, അല്ലെങ്കിൽ അതൊന്നും കൊണ്ട് പിടിച്ചോണ്ടോ എന്ന് പറയാമല്ലോ. ആ പ്രായമാണ് സഴി, ഓടിച്ചാടി നടക്കാവുന്ന. കാരണം ആ കുട്ടീനെയാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറ്റേ കല്ല് ഏറ്റിക്കൊണ്ടുവരാൻ പറഞ്ഞത്. കഅബ പടുക്കാനുള്ള കല്ല് ജബലുൽ കഅബയിൽ നിന്ന് ഇബ്രാഹിം നബി പൊട്ടിച്ചു കൊടുത്തു, മകന് തലച്ചുമടായി കൊണ്ടുവന്ന് വെച്ചു. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ പ്രായമെത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായിട്ട് പറഞ്ഞതാണ്, യാ ബുനയ്യ, എൻ്റെ പ്രിയപ്പെട്ട മകനെ. യബ്നി എന്ന് പറഞ്ഞാൽ എൻ്റെ മകനെ എന്ന്, വെറും മോനെ എന്ന്. എന്നാൽ കുഞ്ഞുമോനെ, എൻ്റെ പ്രിയപ്പെട്ട മകനെ എന്ന പ്രയോഗത്തിലാണ് ലുഖ്മാൻ അലൈഹിസ്സലാം യാ ബുനയ്യ, എൻ്റെ പ്രിയപ്പെട്ട മോനെ, എൻ്റെ കുഞ്ഞുമോനെ എന്ന് ഓമനപ്പേരോടുകൂടി വിളിച്ചത്. യാ ബുനയ്യ, എൻ്റെ പ്രിയപ്പെട്ട മകനെ. ഇന്നി അറാ ഫിൽ മനാം, ഞാൻ കാണുന്നു, ഫിൽ മനാമി, ഉറക്കത്തിൽ. നൗമ് എന്ന് പറഞ്ഞാൽ ഉറക്കം, നാമ യനാമു നൗമ്. മനാമ് എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം. അപ്പം ഇന്നി അറാഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ കൂടി കണ്ടിട്ടുണ്ട്. അപ്പം ഇബ്രാഹിം നബി ഉറക്കത്ത് കണ്ടു. നമ്മൾ എഞ്ചി ഉറക്കത്ത് കണ്ടതായിരിക്കും എന്ന് പറഞ്ഞാൽ അത് വില കൽപ്പിക്കേണ്ടതില്ല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ ഉറക്കത്ത് കണ്ടാൽ അതിന് വലിയ അർത്ഥമൊന്നും ഉണ്ടാവണമെന്നില്ല. എന്നാൽ അമ്പിയാക്കന്മാർ കാണുന്ന സ്വപ്നം വഹിയാണ്. അമ്പിയാക്കന്മാർക്ക് വഹിയ് പല രൂപത്തിലും വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് വന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഹാബിമാരൊക്കെ ജിബ്രീൽ വന്നിട്ടുണ്ട്. സഹാബിമാരാരും കാണാതെ ജിബ്രീലിൻ്റെ ആ യഥാർത്ഥ രൂപത്തിൽ നബിയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. ചിലപ്പോൾ ജറസി, ഒരു മണിമുഴക്കം പോലെ ജിബ്രീലിൻ്റെ ആ മുഴങ്ങുന്ന ശബ്ദം ഞാൻ കേൾക്കും. അപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ഓതിത്തരും എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബിമാർ കാണൂല, നബിക്ക് ജിബ്രീൽ വരുന്നതായി അനുഭവപ്പെടും. സഹാബിമാരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ നബിയുടെ ഭാവം മട്ടുമാറി നബിയുടെ സ്വന്തത്തിലേക്ക് അങ്ങനെ ഒതുങ്ങിക്കൂടിയ ഒരവസ്ഥയുണ്ടാവും. സഹാബിമാരോടുള്ള സംസാരമൊക്കെ നിർത്തി മറ്റൊരു ഭാവത്തിലേക്ക് എത്തും. കുറച്ച് കഴിയുമ്പോൾ നബിയാണ്ട് വിയർത്തൊലിച്ച്
അങ്ങനെ കൊണ്ട് ഉണർന്ന് നിൽക്കും. അപ്പോൾ പുതിയ ആയത്ത് വന്നിട്ടുണ്ടാകും. അത് ജിബ്രീൽ വന്ന് പോയതാണ്. നബിയും കണ്ടിട്ടില്ല, സഹാബിമാരും കണ്ടിട്ടില്ല. പക്ഷേ നബിക്ക് ബോധ്യപ്പെട്ടു ജിബ്രീൽ വരുന്നത്. അങ്ങനെ വഹി വരും. ചിലപ്പോൾ സ്വപ്നത്തിലും കാണും വഹി. അതാണ്. അപ്പോൾ മക്ക വിജയിക്കും എന്ന ഒരു കാര്യം, മക്ക കീഴടക്കാൻ പോകുന്നു എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല സ്വപ്നത്തിൽ കൂടി ആദ്യം അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കഅബ കീഴടക്കും, നിങ്ങൾ തലമുണ്ടനം ചെയ്ത് ഉംറ ചെയ്ത് ആ അവസ്ഥയിൽ കഅബയിലേക്ക് ഉംറ ചെയ്യണമെങ്കിൽ ഉംറ ചെയ്ത് കഴിഞ്ഞാൽ തലമുണ്ടനം ചെയ്യാമല്ലോ. അങ്ങനെ നിങ്ങൾ കടന്നു ചെല്ലും, നിങ്ങൾക്ക് മക്ക നിങ്ങളുടെ കീഴിൽ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിപ്പ് കൊടുത്തത് സ്വപ്നത്തിലാണ്. അങ്ങനെ പല കാര്യങ്ങളും സ്വപ്നത്തിൽ കൂടിയുള്ള വഹിയുണ്ട്. അത് അമ്പിയാക്കന്മാരുടെ മനാമുൽ അംബിയായി വഹിയുൻ എന്നാണ് നമ്മുടെ പ്രമാണം. അമ്പിയാക്കന്മാരുടെ സ്വപ്നം വഹിയാണ്. എന്നാൽ നമ്മുടെ സ്വപ്നം അത് സത്യവിശ്വാസികൾ ചിലപ്പോൾ സത്യസന്ധമായിട്ട് സ്വപ്നം കണ്ടേക്കാം, അത് പുലർന്നേക്കാം. പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഞാൻ അജ്ജിന് പോയി എന്ന് സ്വപ്നം കണ്ടു എന്ന് വിചാരിച്ച് ആരും പെട്ടി കെട്ടി വെക്കേണ്ട കാര്യമില്ല. അത് പോയാൽ കിട്ടുമെന്ന് മാത്രം. നേരെ മറിച്ച് ചിലതൊക്കെ ശരിയായിരിക്കാം. മോശപ്പെട്ട സ്വപ്നമാണ് നമ്മൾ കണ്ടതെങ്കിൽ നെട്ടി ഉണർന്നാൽ നമ്മൾ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് കിടക്കണം. ആ ഭാഗത്തേക്ക് തുപ്പു എന്ന് പറഞ്ഞ്, തുപ്പല്ല, നീരൊഴിപ്പിക്കല്ല, അങ്ങനെ തുപ്പുന്ന പോലെ കാണിച്ചിട്ട് തിരിഞ്ഞ് കിടക്കണം. അത് നമ്മളൊരു ഉണർച്ച കിട്ടാനും നമ്മുടെ ഒരു ഭാവം മാറാനും നല്ലതാണ് എന്ന് നബി തിരിഞ്ഞ് കിടക്കാൻ വേണ്ടി പറഞ്ഞു. ഇനി ഒരു ഭീകരമായ സ്വപ്നം കണ്ടാൽ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളുകളോടല്ലാതെ ആ സ്വപ്നം പറയാൻ പാടില്ല എന്നാണ് മതത്തിൻ്റെ വിധി. അതെന്തുകൊണ്ടെന്നാൽ നമ്മളൊരു ഭീകര സ്വപ്നം കണ്ടു, അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരാളോട് കണ്ടോനോട് പറഞ്ഞു, ഓന് ആ ഒരു സത്യവും അതിനെപ്പറ്റി കൃത്യമായി സൂക്ഷിക്കാൻ കഴിയില്ല. ഓൻ പറയാം അങ്ങനെ തന്നെയാണ്, പണ്ടൊരു ചങ്ങാതി എൻ്റെ ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു, ഓൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ട് ഒരാഴ്ച കൊണ്ട് ഓൻ മരിച്ചു എന്നൊക്കെ ഓന് ഇവനോട് പറഞ്ഞാൽ ഓൻ ആകെ അമ്പരക്കും. അപ്പോൾ അതുകൊണ്ട് വിശ്വാസമുള്ള ഒരാളോടെ നമ്മൾ സ്വപ്നം കണ്ടാൽ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മുള്ളണ്ടാകും. കാരണം സ്വപ്നം യാഥാർത്ഥ്യമാണോ അല്ലേ എന്ന് ഉറപ്പില്ല. ചിലപ്പോൾ സത്യവിശ്വാസികളുടെ സ്വപ്നം നന്നാവാം, ശരിയാവാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അമ്പിയാക്കളുടെയും സ്വപ്നം അത് പൂർണ്ണമായും ശരിയായിട്ടേ വരികയുള്ളൂ. അപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ ഭീകരാവസ്ഥ കണ്ടാൽ പേടിക്കും വേണ്ട. സ്വപ്നത്തിൽ വളരെ വലിയ പ്രതീക്ഷ കണ്ടാൽ അതിനു വേണ്ടി കുപ്പായിട്ട് നിൽക്കും വേണ്ട. കിട്ടിയെങ്കിൽ കിട്ടി, അല്ലെങ്കിൽ ഭീകരാവസ്ഥയാണെങ്കിൽ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം രക്ഷ കിട്ടാൻ വേണ്ടി. അത്രയേ ഉള്ളൂ. സ്വപ്നം ഒരു മനുഷ്യൻ്റെ പ്രയാസകരമായിട്ട് നമുക്ക് തോന്നരുത്. ചിലവർ സ്വപ്നം കണ്ടാൽ 4 ദിവസം ആ ഹമ്മുമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കും. അത് പാടില്ല. ആവട്ടെ, ഇന്നീ അറാഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്ത്, അന്നീ അദ്ബഹുക, അന്നീ തീർച്ചയായും ഞാൻ അദ്ബഹുക, നിന്നെ ഞാൻ അറുക്കുന്നതായിട്ട്. ദബഹ എന്ന് പറഞ്ഞാൽ അറുത്തൂന്ന് ദബഹ് എന്നാ പറയാം, അറവ്. അപ്പോൾ അന്നീ അദ്ബഹുക, നിന്നെ ഞാൻ ബലി അറുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനോട് പറയാണ്. ഓടിച്ചാടി നടക്കാൻ പ്രായമായ മകനോട്. എത്ര പ്രായമായിരുന്നു എന്നുള്ളത് 7 വയസ്സായിരുന്നു എന്നും 12 വയസ്സായിരുന്നു എന്നും 13 വയസ്സായിരുന്നു എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. അതൊന്നും കൃത്യമായി ഇത്രയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരാത്തത് കൊണ്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത് ഓടിച്ചാടി നടക്കാനുള്ള പ്രായമായപ്പോൾ എന്നേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കാം. ഞാൻ എന്നെ അറുക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം മകനോട് പറഞ്ഞു. അതിനർത്ഥം എന്താ? എനിക്ക് നിന്നെ അറുക്കാനുള്ള കൽപ്പന കിട്ടിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പറഞ്ഞപ്പോൾ ഫൻളുർ, നീ ആലോചിച്ചു നോക്കുക, മാതാ തറ, നീ എന്ത് പറയുന്നു എന്ന് ഞാൻ ആലോചിച്ചോ എന്ന് പറഞ്ഞാൽ കുട്ടിയോടൊരു നീ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വെക്കാനല്ല, ഇതൊന്ന് ആലോചിച്ചോളൊക്കെയാൾ പറഞ്ഞാൽ ബാപ്പ കണ്ട സ്വപ്നം നിന്നെ അറുക്കാനാണ്. ഇജ്ജ് എന്ത് പറയുന്നു മോനെ? ആ മകനിൽ അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അതെങ്കിൽ
ആ കൽപ്പന നടപ്പിൽ വരും, അത് നടപ്പിൽ വരുത്തണം, അത് നിർബന്ധം തന്നെയാണ് എന്ന് അറിയുന്ന മകൻ തന്നെയാണ് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ. അത് എന്നാലും ഫല്ലുർ മാതാ തറ, നീ നോക്ക്, അല്ലെങ്കിൽ നീ ആലോചിച്ചു നോക്കൂ, എന്താണ് നീ പറയുന്നത് മോനെ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു. കാരണം അത് നടപ്പിലാക്കാതിരിക്കാൻ വയ്യല്ലോ എന്നാണ് ഫല്ലുർ മാതാ തറ കൊണ്ട് ഇബ്രാഹിം നബി ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കി എന്താ ചെയ്യേണ്ടി, എനിക്ക് അള്ളാഹിൻ്റെ കൽപ്പനയാണ്, ഞാനത് ചെയ്യണമല്ലോ എന്ന് ഒരു ഇതാണ്. അല്ലാതെ ഇജ് പറഞ്ഞാൽ ഞാൻ അറുത്തോളാം, അല്ലെങ്കിൽ നീ അറക്കണ്ടെന്ന് പറഞ്ഞാൽ അറക്കൂല എന്നുള്ളതല്ല. ആ മകനോട് അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കാനുള്ളത് പലയിടത്തും അത് നമുക്ക് കാണാം. ഇബ്രാഹിം നബിയുടെ കുടുംബം അങ്ങനെയായിരുന്നു. നമുക്കറിയാലോ, ഇബ്രാഹിം നബി ഈ ഹാജറയെയും കുഞ്ഞിനെയും കഅബ അവിടെ ഒന്നും ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് ഷാമിൽ നിന്ന് ഈ കഅബ നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. ചരിത്രം അങ്ങനെയാണ്. ആ കുട്ടിയെയും ഭാര്യയെയും അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇബ്രാഹിം നബി അവിടെ ഇറക്കി വെച്ചു. എന്നിട്ട് കുറച്ച് വെള്ളവും ഉള്ള ഭക്ഷണവും അവിടെ വെച്ചു. അത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞ് നടക്കുന്നുണ്ട്. തിരിഞ്ഞ് നടന്ന് മല കയറുമ്പോൾ എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് ഹാജറ ചോദിക്കുന്നു. ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കാതെ നടക്കുകയാണ്. ഒന്നും മറുപടി പറഞ്ഞില്ല. പകുതി കയറിയപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന് കുറച്ചുകൂടി ഉച്ചത്തിൽ ചോദിച്ചു. അപ്പോഴും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അവസാനം മലയുടെ നെറുകിലെത്തിയപ്പോൾ ഇനി നടന്നാൽ മല തല മറിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുകയാണ്, അപ്പോൾ കാണൂല. അപ്പോൾ ഒന്നുകൂടി ഉച്ചത്തിൽ ചോദിച്ചു, എവിടേക്കാണ് പോകുന്നത്? അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പിലാക്കുകയാണോ? അപ്പം മാത്രമാണ് അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പിലാക്കാനാണ് ഞാൻ പോകുന്നത്. നിങ്ങളെ ഇവിടെ വെച്ച് അള്ളാഹു എന്നോട് തിരിച്ച് ഷാമിലേക്ക് തന്നെ നടന്നു പോകണം, തിരിച്ചു പോകണം എന്ന് കൽപ്പിച്ചതാണ്. അപ്പോൾ ആ സ്ത്രീക്ക് ബോധ്യമുണ്ട്, ഇദ്ദേഹം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന തന്നെയായിരിക്കും എന്ന് ഹാജറക്കറിയാം ഇബ്രാഹിം നബിയെ പറ്റി. അപ്പോഴാണ് ഹാജറ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഇദല്ലാ യുളയ്യൗനല്ലാഹ്, അള്ളാഹിൻ്റെ കൽപ്പന കൊണ്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളുക, അള്ളാഹ് ഞങ്ങളെ കൈവിടുകയില്ല. ഇനി ഈ കുട്ടിയെ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ മീനായുടെ മക്കയിൽ നിന്ന് മീനായിലേക്ക് കടക്കുന്ന അവിടെ വെച്ച് അഖബ എന്നൊരു സ്ഥലത്ത് വെച്ച് പിശാച്ച്, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, പിശാച്ച് ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നുണ്ട്, ഈ കുട്ടിയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഈ കുട്ടിയെ ബലി നടത്താനാണ് കൊണ്ടുപോകുന്നത്. ഈ കുട്ടിയെ നിങ്ങൾ ബലി നടത്തരുത്, ഇത് നിങ്ങൾക്ക് ആകെ നിങ്ങളുടെ വയസ്സാം കാലത്ത് കിട്ടിയ കുട്ടിയല്ലേ, ഓടിച്ചാടി നടക്കുന്ന കുട്ടിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, നീ ആരാണെന്ന് പറയാൻ, അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ച് ഞാൻ പ്രവർത്തിക്കണമെന്ന് പറയാൻ നീ ആരാണെന്ന് പറഞ്ഞ് 7 വട്ടം കല്ലുകൊണ്ട് എടുത്തെറിഞ്ഞു അഖബയിൽ വെച്ച്. പിന്നീട് കുറച്ചുകൂടി മുന്നോട്ട് ഇബ്രാഹിം നബി നടന്നപ്പോൾ പിശാച് വന്നിട്ട് വീണ്ടും ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ വീണ്ടും ഇബ്രാഹിം നബി അവനെ കല്ലെടുത്തെറിഞ്ഞു. പിന്നെ 3-മത്തെ ഒരു സ്ഥലത്ത് കുറച്ചും കൂടി എത്തിയപ്പോൾ അവിടെ വെച്ചും പിശാച് ഇബ്രാഹിം നബിയെ പിന്തിരിപ്പിച്ചു. അവിടെയും വെച്ച് അവിടെ നിന്നൊക്കെ 7 കല്ലുകൾ കൊണ്ട് ഇബ്രാഹിം നബി പിശാചിനെ എറിഞ്ഞു. എന്നിട്ടാണ് അറുക്കാൻ കൊണ്ടുപോയി കിടത്തിയത് എന്ന് ചരിത്രത്തിൽ കാണാം, അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ചരിത്രത്തിൽ. അപ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹിൻ്റെ കൽപ്പന നടപ്പിലാക്കാൻ ഉറപ്പുള്ള ആൾ തന്നെയായിരുന്നു. ഇനി പിന്നീട് പിശാചി ഇസ്മായിലിൻ്റെ അടുത്തേക്ക് ചെന്നു, മോനെ എന്നെ അറക്കാനാണ് കൊണ്ടുപോകേണ്ടത്, എവിടേക്കാണ് നീ പോകുന്നത് വാപ്പാൻ്റെ? അപ്പം എനിക്കറിഞ്ഞുകൂടാ, വാപ്പ എൻ്റെ വാപ്പാൻ്റെ കൈ പിടിച്ച് ഞാനും പോവുകയാണ്, എന്നെ അറക്കാനാണ് കൊണ്ടുപോകുന്നത്. ശരി, ആയിക്കോട്ടെ, വാപ്പ അറക്കാനാണ്, വാപ്പാക്ക് അങ്ങനെ കൽപ്പന ഉണ്ടെങ്കിൽ വാപ്പ ചെയ്തോട്ടെ എന്നാണ് ഇസ്മായിൽ എന്ന കുട്ടി പിശാച്ചിനോട് പറഞ്ഞത് എന്ന് ചരിത്രത്തിലുണ്ട്, ഖുർആനിലുള്ളതല്ല. പിന്നീട് പിശാച്ച് ഹാജറയുടെ അടുക്കൽ ചെന്നു. എവിടേക്കാണ് ഇബ്രാഹിം പോയത്? കുട്ടിയെയും കൊണ്ട്. അപ്പോൾ കുട്ടിയെയും കൊണ്ട് മീനായുടെ ഭാഗത്തേക്കാണ് പോയത്. എന്നാ നിനക്കറിയോ, നിൻ്റെ ഭർത്താവ് ആ കുട്ടിയെ അറക്കാൻ കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഹാജറ പറഞ്ഞതായിട്ടുണ്ട് ചരിത്രത്തിൽ. അള്ളാഹുവിൻ്റെ കൽപ്പന അല്ലാതെ അദ്ദേഹം മറ്റൊന്നും ചെയ്യൂല. ആ കുട്ടീനെ അറക്കണമെന്ന് അള്ളാഹിൻ്റെ കൽപ്പന ഉണ്ടെങ്കിലല്ലാതെ അദ്ദേഹം കൊണ്ടുപോകില്ല.
അങ്ങനെ കൽപ്പന ഉണ്ടായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനം നടക്കും. അപ്പോൾ ഭർത്താവിനെ പറ്റി ബാപ്പാനെ പറ്റി ഇസ്മായിലിനറിയാം, തന്നെപ്പറ്റി തന്നെ ഇബ്രാഹിം നബിക്ക് അറിയാം, ഭാര്യയ്ക്കും അറിയാം ഭർത്താവിനെ പറ്റി. അത് അള്ളാഹിൻ്റെ കൽപ്പനയെ ചെയ്യുള്ളൂ. അതാണ് ആ കുടുംബം. ആ കുടുംബത്തിൽ നിന്നാണ് നമുക്കുള്ള ഗുണപാഠം കിട്ടേണ്ടത്. അപ്പം അതാണ് അന്നീ അദ്ബഹുക ഫൻളുർ മാലാ തറ, നീ ആലോചിക്ക് നീ എന്ത് പറയുന്നു, നിന്നെ അറുക്കാനുള്ള കൽപ്പന എനിക്കുണ്ട്, സ്വപ്നത്തിൽ കൂടി അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. കാല, അപ്പം കുട്ടി പറഞ്ഞു, യാ അബത്തി, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ. യാ അബി എന്ന് പറഞ്ഞാൽ വാപ്പാന്ന്, അബത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട വാപ്പ. ആ സ്നേഹത്തിൻ്റെ വിളിയാണ്. യാ അബത്തി, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ. ഇഫ് അൽ, നിങ്ങൾ ചെയ്തു കൊള്ളുക, മാ തുഉമറു, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യം. അപ്പോൾ വാപ്പാക്കൊത്ത അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന മകൻ തന്നെയാണ് ഇഫ് അൽ മാ തുഉമർ. എന്നിട്ട് കുട്ടി ഇത്രയും കൂടി പറഞ്ഞു, സത്തജിദുനി, എന്നെ താങ്കൾക്ക് കാണാം, ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ, മിനസ്വാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിലായി എന്നെ നിങ്ങൾക്ക് കാണാം. അപ്പം ഞാൻ ക്ഷമിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പിൽ വരുത്തുന്നതിന് എനിക്കൊരു പ്രയാസമില്ല. നിങ്ങൾക്കങ്ങനെ കൽപ്പനയുണ്ടെങ്കിൽ. ഇഫ് അൽ മാ തുഉമർ, കൽപ്പിക്കപ്പെട്ടത് ചെയ്തു കൊള്ളുക. അമറ യഉമുറു എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചു, ഉമിറ കൽപ്പിക്കപ്പെട്ടു, തുഉമറു താങ്കൾ കൽപ്പിക്കപ്പെട്ടത്, ഇഫ് അൽ താങ്കൾ ചെയ്തു കൊള്ളുക. സതജിദുനി, പിന്നീട് എന്നെ നിങ്ങൾക്ക് കാണാം, ഇൻഷാ അല്ലാഹ്, വരാൻ പോകുന്നൊരു കാര്യമല്ലേ. അപ്പം ഇൻഷാ അല്ലാഹ് പറയണം. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നീ ഫായിലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. സൂറത്തുൽ കഹ്ഫിലുണ്ട്. നാളെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിന് ഇൻഷാ അല്ലാഹ് പറയാതെ നീ ഒരിക്കലും പറയരുത്. ഞാൻ നാളെ വരട്ടോ, ഇൻഷാ അല്ലാഹ്. അത് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ സംസ്കാരമായി മാറണം. അത് ഇസ്ലാമിൻ്റെ കൽപ്പനയാണ്. ഇൻഷാ അല്ലാഹ് പറയാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വലിയൊരു പരീക്ഷണത്തിന് വിധേയമാക്കിയത് ചരിത്രത്തിലുണ്ട്. അതായത് മക്കയിലെ ഖുറൈശികൾ നബിയോട് 3 ചോദ്യം ചോദിച്ചു. അത് ജൂതന്മാർ പറഞ്ഞു കൊടുത്താണ്. 2-3 ചോദ്യം ചോദിക്കാൻ. ദുൽഖർനൈനി ആരാണ്, റൂഹ് എന്ന് പറഞ്ഞത് എന്താണ്, ഇതിങ്ങനെ കുറച്ച് ചോദ്യം. നബി പറഞ്ഞു, ഞാൻ നാളെ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് പറയാനുള്ള കൽപ്പന നബിക്ക് വന്നിട്ടില്ല. എന്നാലും നബി അള്ളാഹിൻ്റെ തൗഫീഖോട് കൂടി നാളെ പറഞ്ഞുതരാമെന്നായിരുന്നു പറയേണ്ടത്. പക്ഷേ ഞാൻ നാളെ ഉജീബുക്കും ഓതൻ എന്ന് പറഞ്ഞു. നാളെയായി ഖുറൈശികൾ വന്നു പറഞ്ഞു, എനിക്കൊരു വിവരം കിട്ടിയിട്ടില്ല. അള്ളാഹിൻ്റെ അടുത്ത് കിട്ടിയിട്ട് വേണ്ടേ, കിട്ടിയില്ല. 15 ദിവസം കഴിഞ്ഞിട്ടാണ് അള്ളാഹു തആല ആയത്തിറങ്ങുന്നത്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നീ ഫായിലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പറയാതെ ഒരിക്കലും പറഞ്ഞു പോകരുത്, നാളെ ചെയ്യുന്നു. അപ്പം നബിയെ തന്നെ അള്ളാഹു തആല പഠിപ്പിച്ചു. 15 ദിവസം ഉത്തരം കൊടുക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നു. പിന്നെ നബി അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുത്തു അള്ളാഹുവിൻ്റെ വഹി പ്രകാരം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ജീവിതത്തിൽ പറയണം. അതാ കുട്ടി പറഞ്ഞതാ, സതജിദുനി ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കെന്നെ കാണാം, മിനസ്വാബിരീൻ, സബിറുള്ളവരുടെ കൂട്ടത്തിൽ, ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണാം. അങ്ങനെ അവർ പോയി. ഈ സംഭവങ്ങളൊക്കെ കല്ലെറിയുന്ന, മീനായിൽ കല്ലെറിയുന്ന സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ചരിത്രത്തിലേ ഉള്ളൂ, ഖുർആനിൽ അതില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കല്ലെറിഞ്ഞു എന്നത് നബിയുടെ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. 3 സ്ഥലത്ത്, ജംറത്തുൽ അഖബ, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ ഊല. മക്കയിൽ നിന്ന് പോകുമ്പോൾ ആദ്യത്തേത് അഖബ, നടുവിലത്തേത് മധ്യത്തിലുള്ള ജംറ ഉസ്ത. അവിടെ ജംറ എന്ന് പറഞ്ഞാൽ കല്ല് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ആ കല്ല് എറിഞ്ഞ സ്ഥലത്താണ് നമ്മൾ കടലമണി പോലെയുള്ള കല്ലുകളെടുത്ത് 7 കല്ലുകൾ എറിയുന്നത്. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ. ഫലമ്മാ അസ്ലമ, അസ്ലമ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടു. അസ്ലമ, അവർ 2 പേരും കീഴ്പ്പെട്ടു. പിതാവും മകനും കീഴ്പ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് കീഴ്പ്പെട്ടു.
അതാണ് ഇബ്രാഹിം നബി ആണല്ലോ നമുക്ക് ഇസ്ലാം മുസ്ലിം എന്ന പേര് നമുക്ക് നൽകിയത് ഇബ്രാഹിം നബിയാണ് എന്നാണ്. മുസ്ലിങ്ങൾ എന്ന ആ പദം പേര് ഉപയോഗിച്ചത് ഇബ്രാഹിം നബിയാണ്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി വജ്തബാക്കും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീക്കും ഇബ്രാഹിം ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? കീഴ്പ്പെടുന്നവൻ എന്ന. അതൊരു ജാതി വർഗമല്ല, ഒരു ജാതിയോ ഒരു വർഗമോ അല്ല. കീഴ്പ്പെടുന്നവൻ ആരോ അവനാണ് മുസ്ലിം. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് തൻ്റെ റബ്ബ് പറഞ്ഞു, അസ്ലിം, നീ മുസ്ലിമാക്, നീ കീഴ്പ്പെട്ടവനാക്. ഖാല, ഇബ്രാഹിം നബി മറുപടി പറഞ്ഞു, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് ഞാൻ കീഴ്പ്പെട്ടു. മുസ്ലിം ആയതോടുകൂടി പിന്നെ അറക്കണം എന്ന് പറഞ്ഞു, അറക്കാൻ കൊണ്ടുപോയി, അതിന് കീഴ്പ്പെട്ടു. ഭാര്യയെയും കുട്ടിയെയും മക്കത്ത് കൊണ്ടുപോയി വെക്കണം എന്ന് പറഞ്ഞു, അതിന് കീഴ്പ്പെട്ടു. അവിടെ വെച്ചിട്ട് അവർക്ക് ഇനി നാളെ എന്താണ് തിന്നാനുള്ളത് ഒന്നും നോക്കണ്ട, ഇനി തിരിച്ചു പോന്നാളാന്ന് പറഞ്ഞു, അതിന് കീഴ്പ്പെട്ടു. തീയിലേക്ക് കടക്കാൻ വേണ്ടി പറഞ്ഞു, അതിന് കീഴ്പ്പെട്ടു. എല്ലായിടത്തും കീഴ്പ്പെട്ട ചരിത്രമാണ്. അതാണ് മുസ്ലിം. അതാണ് ഫലമ്മ അസ്ലമ, ഇബ്രാഹീമും അവർ രണ്ടുപേരും, ഇബ്രാഹീമും ഇസ്മായിലും അസ്ലമ, രണ്ടുപേരും മുസ്ലിങ്ങളായപ്പോൾ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടപ്പോൾ. അതായത് പഠിച്ചോനെ അറക്കാൻ ഇബ്രാഹിം നബിയും കീഴ്പ്പെട്ടു, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ടു. മരിക്കാൻ പാപ്പാൻ്റെ കൈ കൊണ്ട് മരിക്കാൻ മകനും കീഴ്പ്പെട്ടപ്പോൾ. വതല്ലഹു, അദ്ദേഹത്തെ, ആ കുട്ടിയെ അദ്ദേഹം തല്ല എന്ന് പറഞ്ഞാൽ വീഴ്ത്തി, തള്ളിയിട്ടു അറിയാലോ. അറക്കാൻ വേണ്ടി തള്ളിയിടുക എന്നാണല്ലോ അതിൻ്റെ നമ്മളൊക്കെ പ്രയോഗം. മൃഗത്തെ തള്ളിയിടുക, വീഴ്ത്ത, നിലത്ത് വീഴ്ത്ത. വതല്ലഹു ലിൽ ജബീൻ, ആ കുട്ടിയെ ഒരു ഭാഗത്തേക്ക് തള്ളി വീഴ്ത്തിയപ്പോൾ, കയ്യും കാലൊക്കെ കെട്ടിയിട്ടുണ്ടാവും, എന്നിട്ട് ഒരു മൃഗത്തെ അറക്കുന്ന പോലെ അറക്കാൻ വേണ്ടി തല്ലി വീഴ്ത്തുകയാണ്. വനാദൈനാഹു, അദ്ദേഹത്തെ നാം വിളിച്ചു. അതിൻ്റെ ഇടയിൽ ചരിത്രത്തിൽ പിതാവിനോട് എന്നെ കമഴ്ത്തി കിടത്തണം, എൻ്റെ മുഖം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അറക്കാൻ പറ്റില്ല, എന്നെ കമഴ്ത്തി കിടത്തണം, മുഖത്ത് നോക്കി അറക്കുമ്പോൾ നിങ്ങൾക്ക് കൈ വിറക്കും എന്നൊക്കെ പറഞ്ഞതൊക്കെ വരികൾക്കിടയിലുള്ള ചരിത്രത്തിലുണ്ട്. ഖുർആൻ പറഞ്ഞത് എത്രയേ ഉള്ളൂ, തള്ളിയിട്ടു, വീഴ്ത്തി, ലിൽ ജബീൻ, ഒരു ഭാഗത്തേക്ക് ചെരിച്ചു കിടത്തി വീഴ്ത്തിയപ്പോൾ വനാദൈനാഹു, നാം അദ്ദേഹത്തെ നാദാ വിളിച്ചു, നാദൈന നാം വിളിച്ചു, ഹു അദ്ദേഹത്തെ, അൻ യാ ഇബ്രാഹിം, ഇബ്രാഹീമേ, അൻ യാ ഇബ്രാഹിം, ഇബ്രാഹീമേ എന്ന് വിളിച്ചു. അൻ എന്ന് പറഞ്ഞാൽ എന്ന്, അൽ യാ ഇബ്രാഹിം, ഇബ്രാഹീമേ എന്ന് ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ അറക്കല്ലേ, ഇബ്രാഹിമേ, ഒരു വിളി. അപ്പോൾ ഇബ്രാഹിം കയ്യിൽ നിന്ന് കത്തി താഴ്ത്തി എടുത്ത് ഉയർത്തി വെച്ച് ഒന്നുകൂടി വിളി കേട്ടു, യാ ഇബ്രാഹിം. എന്നിട്ട് എന്താ, അത് സദ്ദഖ്ത, താങ്കൾ സത്യപ്പെടുത്തിയിരിക്കുന്നു. അർറുയ, ആ സ്വപ്നത്തെ സത്യപ്പെടുത്തി എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ കൂടി കൽപ്പിച്ചത് സത്യമാക്കി താങ്കൾ അത് പുലർത്തിക്കഴിഞ്ഞു, നിങ്ങൾ അറുക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഇല്ലാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇല്ല ഇപ്രകാരം നാം, തീർച്ചയായും നാം, കദാലിക അപ്രകാരം, നജ്സിൽ മുഹ്സിനീൻ ഇഹ്സാൻ ചെയ്യുന്നവർക്ക് നാം ജസാ നൽകും. നജ്സി, നാം ജസാ പ്രതിഫലം നൽകും. അൽ മുഹ്സിനീൻ ഇഹ്സാൻ ചെയ്യുന്നവർക്ക്. ഇബ്രാഹിം നബി എന്താണ് ഇഹ്സാൻ ചെയ്തത്? അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ആ ത്യാഗം ചെയ്യാൻ തയ്യാറായി. അത് ഇഹ്സാനാണ്. ആ ഇഹ്സാനിന് അള്ളാഹു തആല നൽകിയ ജസാ പ്രതിഫലം എന്താണ്? അർക്കണ്ട എന്ന ഒരൊറ്റ വിളി, യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ, കൽപ്പന താങ്കൾ സത്യപ്പെടുത്തി, താങ്കൾ അംഗീകരിച്ചു, താങ്കൾ ഇനി അറുക്കേണ്ടതില്ല എന്നാണ് താഴെ വരുന്നുണ്ട്. അതാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഇഹ്സാൻ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു തആല നമുക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരു തുറവി തരും. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ട് തയ്യാറായത് കൊണ്ടാണല്ലോ സ്വന്തം മകനെ
അറുക്കേണ്ടതില്ലാത്ത വിധം അള്ളാഹു രക്ഷപ്പെടുത്തിയത്, ആ ഒരു സന്തോഷം എത്രയായിരിക്കും? മകനും ബാപ്പയും മരിക്കാൻ പോവുകയാണ്, കൊല്ലാൻ പോവുകയാണ് എന്ന് ഉറപ്പിച്ച് കത്തിയെടുത്ത് കഴുത്തിൽ വെക്കാൻ നേരത്താണ് യാ ഇബ്രാഹിം ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഇയ, കൽപ്പന താങ്കൾ സത്യപ്പെടുത്തി അംഗീകരിച്ചിരിക്കുന്നു, ഇനി അറക്കണ്ട. ഫദീനാഹു ബിദ്ബിഹിൻ അലീം എന്ന് പറയുന്നുണ്ട്. ഒരു വലിയ, അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ആടുമായി അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിൽക്കുന്നു. ഇതിനെ അറുക്കാൻ വേണ്ടിയാണ് അല്ലാഹു കൽപ്പിച്ചത് എന്ന് പറയുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് ഒരു സന്നിഗ്ധ അപകടകരമായ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കാൻ വേണ്ടി ഏറ്റവും വലിയ ത്യാഗത്തിനൊരുങ്ങിയ ഘട്ടത്തിൽ അള്ളാഹു തആല ആ ത്യാഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അതിന് മറ്റൊരു ബലികർമ്മമാക്കി അള്ളാഹു തആല മാറ്റുകയും ചെയ്തത് അള്ളാഹു നൽകിയ ജസാ പ്രതിഫലമാണ്. അപ്പം അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ സത്യവസന്ധമായി ജീവിക്കാൻ തയ്യാറായാൽ അള്ളാഹു നമ്മുടെ എല്ലാ ദുരിതങ്ങളും പ്രയാസങ്ങളിൽ നിന്നും ഒരു 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 മാറ്റം, ഒരു രക്ഷ അള്ളാഹു നമുക്ക് നൽകും എന്ന് ഈ ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇപ്രകാരം മുഹ്സിനീങ്ങൾക്ക് നാം പ്രതിഫലം നൽകും എന്ന് പറയുമ്പോൾ കാലാകാലവും ഇഹ്സാൻ ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള പ്രത്യുപകാരങ്ങൾ നാം നൽകും എന്നതിനാണ് ഇതിൻ്റെ അർത്ഥം. നജ്സി എന്ന് പറഞ്ഞാൽ ഇനിയും നൽകും, നൽകിക്കൊണ്ടേ ഇരിക്കും. ഇഹ്സാൻ ചെയ്യുന്നവർക്ക്, ഇപ്പം നമ്മൾ ദാനധർമ്മങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ദാനധർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല അതിന് പകരമായി കണ്ട പകരം അല്ലാഹു നൽകും. എന്തായിരുന്നാലും അതിന് ഒരിക്കലും അല്ലാഹു തആല സമ്പത്ത് കുറക്കൂല എന്ന് മാത്രമല്ല, അല്ലാഹു ദാനധർമ്മങ്ങൾ സ്വീകരിച്ചാൽ ബർക്കത്ത് കിട്ടും. എന്ത് വേണം? ആത്മാർത്ഥമായ ദാനധർമ്മമായിരിക്കണം. അതുപോലെ നമ്മൾ ആത്മാർത്ഥമായി മറ്റൊരാളെ സഹായിച്ചാൽ, ഒരു ചെറിയ സഹായം മറ്റൊരാൾക്ക് ചെയ്താൽ പോലും തിരിച്ച് അള്ളാഹു നമ്മളെ സഹായിക്കും, ഉറപ്പാണ്. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. നമ്മൾ നമ്മുടെ സഹോദരനെ സഹായിച്ചാൽ അതൊരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ സംഖ്യ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൈത്താങ്ങ് കൊണ്ടോ എന്ത് തരത്തിലുള്ള സഹായമാണെങ്കിലും അള്ളാഹു നമുക്കും ഒരു കൈത്താങ്ങും ഒരു സഹായവും തരും. അത് നമുക്ക് പലപ്പോഴും ബോധ്യപ്പെടില്ല എന്ന് മാത്രം. എന്തൊരു ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് നമുക്കിങ്ങനെ തോന്നും, അല്ലെങ്കിൽ എൻ്റെ സൂത്രം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന ഒരു അഹങ്കാരം തോന്നും. പക്ഷേ എന്തെങ്കിലും നാം ചെയ്ത നന്മ കൊണ്ടായിരിക്കും നമുക്ക് അല്ലാഹു നൽകിയത്. എന്താ കാരണം? ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്യുന്നവർക്ക് ഇതുപോലെയുള്ള ജസാ പ്രതിഫലം നാം നൽകിക്കൊണ്ടിരിക്കും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നന്മ ചെയ്താൽ ആ നന്മക്ക് അല്ലാഹു നല്ല പ്രതിഫലം കാണെ തന്നെ നമുക്ക് അല്ലാഹു തആല നൽകും. എന്ത് വേണം? ആത്മാർത്ഥമായി നന്മ ചെയ്യണം. കാരണം ഇല്ലാ കദാലിക നജ്സിൽ മുഹ്സിനീൻ എന്നുള്ള ആയത്ത് നമ്മളെപ്പോഴും ഓർത്ത് വെക്കണം. ഇഹ്സാൻ ചെയ്യുന്നവർക്ക് എന്താണ് ഇഹ്സാൻ? അത് മറ്റൊരാൾ കാണാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് ഇഹ്സാൻ. അൻ തഅബ്ദുദ റബ്ബക കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്ന നിലക്ക് അള്ളാഹുവിനെ ആരാധിക്കുക. അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അതാണ് ഇഹ്സാൻ. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം ഇഹ്സാൻ ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകും. അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ കാലത്തും ഇഹ്സാൻ ചെയ്താൽ അതിനുള്ള ജസാ അല്ലാഹു തആല ഇവിടെ തന്നെയാണ് കൊടുക്കും. ഇബ്രാഹിം നബിക്ക് ദുന്യാവിൽ തന്നെ കൊടുത്തല്ലോ. അതാണ് ഇന്ന ഹാദാ, തീർച്ചയായും ഇത്, ഈ സംഭവം, ലഹുവൽ ബലാ ഉൽ മുബീൻ, ഒരു ബലാ തന്നെയായിരുന്നു. ബലാ എന്ന് പറഞ്ഞാൽ പരീക്ഷണം. ഇന്ന ഹാദാ ലഹുവൽ ബലാ ഉൽ മുബീൻ, ഒരു വ്യക്തമായ പരീക്ഷണം തന്നെയായിരുന്നു. അപ്പം അത് തന്നെയാണ് ഇതിനെ വലിയൊരു പരീക്ഷണമായി കണ്ടത്. മുഫസ്സിറുകൾ പറയുന്നത്, അല്ലാഹു തആല മനുഷ്യന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ കൊടുക്കും. അവരേറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തു,
എന്നിട്ട് അതുകൊണ്ട് അവർ അനുഭവിക്കും, സുഖം അനുഭവിക്കും, സന്തോഷിക്കും, ആഹ്ലാദിക്കും, അതിൽ വലിയ പ്രതീക്ഷ വെക്കും. ആ പ്രതീക്ഷ വെക്കുമ്പോൾ ആ ഇഷ്ടപ്പെട്ട നിയമത്തിൽ, അള്ളാഹ് കൊടുത്ത നിയമത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന ഒരു പരീക്ഷിക്കാൻ വേണ്ടി ഒരു കൽപ്പന കൊടുക്കും. ആ കൽപ്പനയിൽ പരാജയപ്പെട്ടാൽ ആ നിയമത്തന്നെ അവന് നഷ്ടപ്പെടും. എന്നാൽ ആ കൽപ്പനയിൽ വിജയിക്കുകയാണെങ്കിൽ അല്ലാഹു തആല ജസാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇഹ്സാൻ നാം പ്രതിഫലമായി നൽകും. ഇപ്പോൾ ഇബ്രാഹിം നബി ഒരു കുഞ്ഞില്ലാതെ വളരെ വേദനിച്ചിരിക്കുകയായിരുന്നു. ആ സാറക്ക് കുഞ്ഞുണ്ടായില്ല. അങ്ങനെ ഹാജറയെ വിവാഹം ചെയ്തു. അതിലൊരു കുട്ടിയുണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ച് ആ കാലത്താണ്, അവസാന കാലഘട്ടത്തിൽ 86-ാമത്തെ വയസ്സിലാണ് കുട്ടി ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ കുട്ടി ഉണ്ടായപ്പോൾ ഒരു കുട്ടി ഉണ്ടാവണമേ എന്ന് ആഗ്രഹിച്ചുണ്ടായ ഒരു കുട്ടി, ആ കുട്ടീനെ വലിയൊരു പരീക്ഷണത്തിന് വിധേയമാക്കി വീട്ടിൽ ഷാമിൽ ഫലസ്തീനിൽ ആ കുട്ടീനെയും തള്ളനെയും സുഖമായി പോറ്റി കഴിഞ്ഞുകൂടാൻ അല്ലാഹു തആല അനുമതി കൊടുത്തില്ല. മക്കത്ത് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. അതിനൊരു പരീക്ഷണം. അതും ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തു. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു വന്നു. അങ്ങനെ പിന്നെ ഇടയ്ക്ക് വന്നു പോകും. അങ്ങനെ കുട്ടി വലുതായി അവസാനം പ്രാരാബ്ദങ്ങളൊക്കെ കഴിഞ്ഞ് ഓടിച്ചാടാനുള്ള പ്രായമായപ്പോൾ ആ കുട്ടിയുടെ എല്ലാ സുഖവും, ആ കുട്ടിയെ കൊണ്ട് കിട്ടുന്ന എല്ലാ സന്തോഷവും ഇബ്രാഹിം നബി അനുഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് കുട്ടിയെ അറുക്കണം എന്ന് പറയുന്നത്. ആ പരീക്ഷണത്തിലും ഇബ്രാഹിം നബി വിജയിച്ചു. ഇതിൽ നിന്ന് നമുക്ക് അള്ളാഹു നൽകുന്ന പാഠം എന്താണ്? അള്ളാഹു നമുക്ക് ഇപ്പോൾ സാമ്പത്തിക കാര്യത്തിൽ ഒരുപക്ഷെ ഒരുപാട് പട്ടിണിയും കഷ്ടപ്പാടും, വീടില്ല, കുടിയില്ല, മക്കളെ കെട്ടിക്കണം, ജോലിയില്ല, അങ്ങനെയൊക്കെ ജീവിച്ച ഒരുപാട് ആളുണ്ടാവും. പഠിച്ചോനെ പട്ടിണി എടുക്കാതെ ജീവിക്കാൻ പറ്റിയെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ച് അവസാനം അല്ലാഹു തആല അവന് ജോലി കൊടുത്തു, സൗകര്യം കൊടുത്തു, വീടുണ്ടാക്കി, എല്ലാ പ്രാരാബ്ദങ്ങളും കഴിഞ്ഞ് റാഹത്തിൽ ജീവിക്കുമ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, ഈ സമ്പത്തൊക്കെ ഇതൊക്കെ അല്ലാഹു നിഅമത്ത് നൽകിയതാണ്, ഇത് സക്കാത്ത് കൊടുക്കണം. അതൊരു പരീക്ഷണമാണ്. അതിൽ നിന്ന് 2.5% കൊടുത്താളാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ ജയിക്കണം. അവിടെയാണ് നമ്മൾക്ക് ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്പോൾ അല്ലാഹു തആല അതിന് പ്രതിഫലം നൽകും. അതുപോലെ ആരോഗ്യം, എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയി നമ്മൾ ദുരിതം അനുഭവിച്ച് അവസാനം രക്ഷപ്പെട്ട് ആരോഗ്യം കിട്ടിയപ്പോൾ ആ ആരോഗ്യം നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അവിടെ നമ്മൾ പരാജയപ്പെടുകയാണ്. ഇപ്പം നിപ്പയൊക്കെ ഉണ്ടായപ്പോൾ നമുക്ക് പള്ളിയിൽ വരാൻ വയ്യ, അങ്ങടിക്ക് പോകാൻ വയ്യ, കുടുംബക്കാരോടത്ത് പോകാൻ വയ്യ, കല്യാണവുമില്ല, ആകെ പേടിച്ച് കയ്യും മൂറും കണ്ണും മുഖമൊക്കെ കെട്ടി വരിഞ്ഞ് പേടിച്ച് നടക്കുകയായിരുന്നു. പഠിച്ചൊരു മര്യാദക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റിയെങ്കിൽ, പള്ളി പോലും പൂട്ടിയിട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. ഇതൊക്കെ നമ്മളെ ആയുസ്സിൽ അടുത്ത കാലത്ത് കഴിഞ്ഞതാണ്. ആ നിയമത്ത് അള്ളാഹു ആരോഗ്യവും ഒരു നിർഭയത്വം എന്നുള്ള നിയമത്താണ്ട് അതൊക്കെ തിരിച്ച് തന്നു. നമ്മൾ ആരോഗ്യവാന്മാരായി. ആളുകൾക്ക് വല്ല ബോധം ഉണ്ടായോ? ആ ആരോഗ്യം അവർ തിന്മക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹ് നിയമത്ത് തിരിച്ചു തന്നപ്പോൾ ആ നിയമത്തിൻ്റെ പരീക്ഷണമാണ്. ഇബ്രാഹിം ഇസ്മായിൽ എന്ന കുട്ടിയിൽ കൂടി അള്ളാഹു ഒരു പരീക്ഷണത്തിന് വേണ്ടി നിയമത്തിൽ ഇബ്രാഹിം നബി വിജയിച്ചു. അപ്പോൾ ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല ഇഹ്സാൻ ചെയ്തു കൊടുത്തു. അതിവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ആരോഗ്യം, നിർഭയത്വം, അല്ലാഹു തആല നമുക്ക് നല്ല നിർഭയത്വം തന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഗൾഫിലുള്ള സഹോദരന്മാർ. ഈ കഴിഞ്ഞ 2 ദിവസവും 4 ദിവസവും മുമ്പ് വരെ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത ദുരിതത്തിലായിരുന്നു. അങ്ങാടിയിൽ പോകാൻ, കിടന്നുറങ്ങാൻ, കച്ചവടത്തിനെ പറ്റി ഭയം, ആകെ വിലക്കയറ്റം, ആകെ പ്രശ്നമായി, നാട്ടിലേക്ക് പോലും പോരാൻ പറ്റാത്ത ദുരിതം അനുഭവിച്ച കഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഗൾഫ് രാജ്യങ്ങളുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഒരു പരിധി വരെ ഒരു ചെറിയ ആശ്വാസം കിട്ടി. ഇനി അതുകൊണ്ട് പാഠം പഠിക്കുമോ? പാഠം പഠിക്കണം. അല്ല പഴയ മാതിരി ഇപ്പൊക്കെ റെഡിയായി. ഇനി നമുക്ക് പഴയ മാതിരി അടിച്ചു പൊളിച്ചാന്നാണെങ്കിൽ അള്ളാഹ് നിഅമത്ത് എടുത്തു കളയും. അവിടെയാണ് നമ്മൾ ഇന്ന ഹദാ ലഹുവൽ ബലാഉൽ മുബീൻ, വളരെ പ്രകടമായ ഒരു പരീക്ഷണം തന്നെയായിരുന്നു ഇത്. എന്നിട്ട് വഫദൈനാഹു, അദ്ദേഹത്തിന് നാം പകരമായി നൽകി. ഫദാ എന്ന് പറഞ്ഞാൽ പിദിയ എന്നൊക്കെ പറയും. പകരമായി നൽകി. ബിദിബിഹിൻ,
ഒരു ബലിമൃഗം. ദബഹ എന്ന് പറഞ്ഞാൽ അറുത്തു, ദിബ്ഹ് എന്ന് പറഞ്ഞാൽ അറുക്കുന്ന മൃഗം. ദിബ്ഹിൻ അലീം, ഒരു മഹത്തായ ബലിമൃഗം. ആ മഹത്തായ എന്ന് പറയാനുള്ള കാരണം അത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് പകരമാണ് ആ ബലിമൃഗം. ഇസ്മായിൽ എന്ന കുട്ടി ഒരു മഹാനായ കുട്ടിയാണ്. ആ കുട്ടിക്ക് പകരമുള്ള ഒരു ദിബ്ഹ് ബലിമൃഗം ഒരു മഹത്തായ ബലിമൃഗം തന്നെയാണ്. ഇത് മാത്രമല്ല, ആ ബലിമൃഗത്തിനൊരു പ്രത്യേകതയുണ്ട്. അന്ന് മുതലാണ് ഹാജിമാർ ബലിയെറുക്കാൻ തുടങ്ങിയത്. ഹജ്ജില് അന്ന് മുതലാണ് നമുക്ക് ആ സംഭവത്തിൻ്റെ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോടനുബന്ധിച്ചാണ് നമുക്ക് ഉളഹിയത്ത് എന്ന ഒരു സുന്നത്ത് നടപ്പിൽ വന്നത്. ഖിയാമത്ത് നാൾ വരെ ആ ഒരു ബലിമൃഗത്തിൻ്റെ മഹത്വം, പാരമ്പര്യം ഇപ്പോഴും ആ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയാണ്. ബലികർമ്മം നമ്മൾ നടത്തുമ്പോൾ ഏറ്റവും നല്ല മൃഗമായിരിക്കണം, അയ്ബുണ്ടാവരുത്, അതിനെ സംരക്ഷിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ. ഉളഹിയത്ത് നമ്മൾ അത്രയും മുന്തിയ മൃഗത്തെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത്. അറവ് നടത്തുന്നതും അങ്ങനെ തന്നെയാണ്. ലക്ഷക്കണക്കിന് ഓരോ കൊല്ലും ബലികർമ്മം ഹജ്ജിന് വേണ്ടി മാത്രം നടത്തുന്നു. ഹജ്ജല്ലാത്ത കാലത്തും അവിടെ നിരന്തരമായി ആയിരക്കണക്കിന് ബലിമൃഗങ്ങൾ ഓരോ ദിവസവും അവിടെ നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ബലികൾ. കാരണം പല കാരണങ്ങളാലുള്ള ബലികൾ അവിടെ ദിവസവും നടക്കുന്നുണ്ട്. ലക്ഷങ്ങളാണ് ഹജ്ജിന്, അല്ലാതെ ആയിരങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഐസീം എന്ന അറവുശാലയിൽ ചെന്നാൽ അവിടെ മൃഗങ്ങൾ അറക്കാത്ത, ആയിരങ്ങൾ അറക്കാത്ത ഒരു ദിവസവുമില്ല. അപ്പോൾ അതൊരു വലിയ മഹത്തായ ബലിമൃഗം തന്നെയാണ്. ഒഫദൈനാഹു ബിദ്ബിഹിൻ അലീം വതറക്ന അലൈഹി, അദ്ദേഹത്തിന് നാം ബാക്കി വെച്ചു, ഉപേക്ഷിച്ചു, ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ നല്ല ഒരു അവസ്ഥ ബാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി പിൽക്കാലത്തുള്ള സമൂഹങ്ങളിൽ ഒരു നല്ല സൽപ്പേരുണ്ട്. അതാണ്. ഇപ്പോൾ ഹിന്ദുക്കളാവട്ടെ, മുസ്ലിങ്ങളാവട്ടെ, ക്രിസ്ത്യാനികളാവട്ടെ, യഹൂദികളാവട്ടെ, അബ്രഹാം മതം, ഇബ്രാഹിം നബിയുടെ മതം, ഇബ്രാഹിം എല്ലാ അർത്ഥത്തിലും ഒരു നല്ല സൽപ്പേര്, കീർത്തിയുള്ള ഒരാളാക്കി അല്ലാഹു തആല മാറ്റി. സലാമുൻ അലാ ഇബ്രാഹിം, ആ ഇബ്രാഹീമിൻ്റെ മേലിൽ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ. കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാണ് ഇഹ്സാൻ ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുക. ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, തീർച്ചയായും അദ്ദേഹം നമ്മുടെ അടിമകളിൽപ്പെട്ട ആൾ തന്നെയാണ്. അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ അടിമകളിൽ ഒരാൾ തന്നെയാണ് എന്ന് അള്ളാഹ് തന്നെ അദ്ദേഹത്തിന് സാക്ഷ്യപത്രം കൊടുക്കുകയാണ്. ഇബ്രാഹിം നബി ഒരു സത്യവിശ്വാസിയായ അടിമയാണ്. അദ്ദേഹത്തിന് രക്ഷ ഉണ്ടാവട്ടെ, അദ്ദേഹത്തിന് നാം പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. അതാണ് ഇബ്രാഹിം നബിയെ ധിക്കരിച്ച് പറയുന്ന ഒരു മതവിശ്വാസികളും ലോകത്തില്ല. ഹൈന്ദവരടക്കം ബ്രാഹ്മണ ചിന്ത വരെ ഇബ്രാഹീമിൽ നിന്ന് വന്നതാണെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു ഇബ്രാഹിം നബി, അബ്രഹാം പ്രവാചകൻ എല്ലാ നബിമാരെക്കാളും ഉത്കൃഷ്ടനായ പ്രവാചകനായി എല്ലാ മതവിശ്വാസികളും കാണുന്നുണ്ട്. അതാണ് വതറക്ന അലൈഹി ഫിൽ ആഖിരീൻ, അദ്ദേഹത്തിൻ്റെ മേൽ പിൽക്കാലക്കാരിലും ചിലത് ഞാൻ ബാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറ്റിയുള്ള സൽകീർത്തി ബാക്കി വെച്ചു. അതിൻ്റെ കാരണമാണ് ഈ പറഞ്ഞത്, അള്ളാഹുവിന് വേണ്ടിയുള്ള കൽപ്പന സ്വീകരിച്ച് മുസ്ലിമായി ത്യാഗം ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടായിരുന്നു എന്ന്. ഇനി നമുക്ക് അവിടെ നിർത്താം. 111. ഏതായിരുന്നാലും ഇത് ഇബ്രാഹിം നബിയുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠമാണ്. അത് നാം സ്വീകരിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.